പ്രിയപ്പെട്ടവരെ സ്വാഗതം. ടീച്ച്മിന്റ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ചാനലിൽ ചെയ്തിരുന്നു. അതിൽപ്പെട്ട 4 വീഡിയോകളുടെ തമ്പനെയിലാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ പലരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു സംശയമാണ്, സ്ക്രീനിൽ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള വോയിസ് വിദ്യാർത്ഥികൾക്ക് കേൾക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. ആ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കുമെന്ന് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടീച്ച്മിന്റ് അക്കൗണ്ട് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി കമ്പ്യൂട്ടറിൽ teachmint.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മുകളിലായി ലോഗിൻ എന്നൊരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് പ്രത്യക്ഷപ്പെടും. ആ QR കോഡ് നിങ്ങൾ മൊബൈലിൽ ടീച്ച്മിന്റ് ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം സ്കാൻ ചെയ്യണം. അതിനായി മൊബൈലിൽ വലതുവശത്ത് മുകളിലായി ഒരു ചെറിയ മോണിറ്ററിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു QR കോഡ് സ്കാനർ അപ്പിയർ ചെയ്യും. മൊബൈലിൽ ഉള്ള ഈ സ്കാനർ അല്പനേരം ലാപ്ടോപ്പിലെ QR കോഡിൻ്റെ മുന്നിൽ ഹോൾഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ടീച്ച്മിന്റ് അക്കൗണ്ട് ലാപ്ടോപ്പിൽ ഉടനെ ഓപ്പൺ ആവുന്നതാണ്. നിങ്ങളുണ്ടാക്കിയിട്ടുള്ള ക്ലാസ് റൂം ഇതാ ഈ ഭാഗത്ത് കാണാം. അതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് ലൈവിലേക്ക് പോകാം. ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ താഴെ പ്രസൻറ്റ് മൈ സ്ക്രീൻ എന്ന ഓപ്ഷൻ താഴെ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ 3 ഓപ്ഷനുകൾ കാണാം. യുവർ എൻറ്റയർ സ്ക്രീൻ, ആപ്ലിക്കേഷൻ വിൻഡോ, ക്രോം ടാബ്. ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ക്രോം ടാബ് എന്ന് കാണിച്ചത്. മോസില്ലയാണെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുക. നമുക്കിവിടെ നൽകിയിട്ടുള്ള യുവർ എൻറ്റയർ സ്ക്രീൻ അതേപോലെ ക്രോം ടാബ്, ഈ 2 ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലെ വോയിസ് വിദ്യാർത്ഥികളെ കേൾപ്പിക്കാൻ സാധിക്കുന്നതാണ്. യുവർ എൻറ്റയർ സ്ക്രീൻ എന്ന ഓപ്ഷൻ വഴി വീഡിയോ കാണിക്കാൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ച്മിന്റ് മിനിമൈസ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള വീഡിയോയോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലുള്ള വീഡിയോയോ യൂട്യൂബിലുള്ള വീഡിയോ ഒക്കെ കാണിക്കാവുന്നതാണ്. അതേസമയം ക്രോം ടാബ് എന്ന ഓപ്ഷൻ വഴിയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ടീച്ച്മിന്റ് മിനിമൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു ടാബ് ഓപ്പൺ ചെയ്ത് അതുവഴി ഏതെങ്കിലും വെബ്സൈറ്റിലോ യൂട്യൂബിലോ ഒക്കെയുള്ള വീഡിയോകൾ കുട്ടികളെ കാണിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വ്യക്തമായി ശബ്ദം കേൾക്കുന്നതാണ്. വീഡിയോയിലുള്ള വോയിസ് വിദ്യാർത്ഥികൾക്ക് കേൾക്കണമെങ്കിൽ ടീച്ച്മിന്റ് ആപ്ലിക്കേഷൻ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മൊബൈലിൽ വീഡിയോ മാത്രമേ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതിൻ്റെ കൂടെയുള്ള വോയിസ് വിദ്യാർത്ഥികൾ കേൾക്കുന്നതല്ല. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.